Good morning everyone. Welcome back to our English class. Today we are going to discuss our fifth lesson. Look at page number 29. Answer the following. Look at first question. When and where were the first Olympic Games held? Answer. According to legend, Hercules started the first Olympic Games almost 3000 years ago in ancient Greece. The Olympics of ancient Greece was considered the greatest event in the world and it was held in Olympia. പുരാണമനുസരിച്ച് ഹെർക്കുലീസാണ് ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഏൻഷ്യൻ ഗ്രീസിൽ സ്റ്റാർട്ട് ചെയ്തത്. ഒളിമ്പിയയിലെ ഏൻഷ്യൻ ഗ്രീസിൽ വെച്ച് നടന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഇവൻ്റായി കണക്കാക്കിയിരുന്നത്. ലുക്ക് അറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ സിറ്റി ഓഫ് ഒളിമ്പിയ. Answer. Olympia was a city which had beautiful buildings, marble stadiums, hippodromes, gymnasiums, treasure houses and temples. Thousands of athletes and lovers of sport came from every country to Olympia to see the games. Beautiful buildings, മാർബിൾ സ്റ്റേഡിയംസ്, ഹിപ്പഡ്രോംസ്, ജിംനേഷ്യംസ്, ട്രഷർ ഹൗസസ്, ടെമ്പിൾസ് ഇവയെല്ലാമുള്ള ഒരു സിറ്റിയായിരുന്നു ഒളിമ്പിയ. ആയിരക്കണക്കിന് അത്ലറ്റ്സുകൾ, സ്പോർട്സിനെ സ്നേഹിക്കുന്നവർ എല്ലാം ഒളിമ്പിയയിലേക്ക് ഗെയിംസ് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു. ലുക്ക് അറ്റ് തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് സോർട്ട് ഓഫ് ട്രെയിനിങ് ഡിഡ് ദ അത്ലറ്റ്സ് കോമ്പറ്റിംഗ് ഫോർ ദ ഒളിമ്പിക്സ് ഹാവ് ടു അണ്ടർഗോ? ആൻസർ. Athletes had to train for 11 months before the Olympics began and they were put on a special diet of cheese and water. Only the best athletes were allowed to take part in the games. ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് 11 മാസം മുമ്പ് മുതൽ തന്നെ അത്ലറ്റ്സിന് ട്രെയിനിങ് കൊടുത്തിരുന്നു. അവർക്ക് ഒരു സ്പെഷ്യൽ ഡയറ്റ്, അതായത് ചീസും വാട്ടറും ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഡയറ്റായിരുന്നു അവർക്ക് ഡയറ്റായി നൽകിയിരുന്നത്. അതിൽ നിന്നും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരെ മാത്രമേ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചിരുന്നുള്ളൂ. ലുക്ക് അറ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് പ്രൈസസ് വെയർ അവാർഡഡ് ടു വിന്നേഴ്സ് ഓഫ് ദ ഒളിമ്പിക്സ് ഓഫ് ഏൻഷ്യൻ ഗ്രീസ്? ആൻസർ. Winners of the Olympic Games were not awarded medals as they are nowadays. They were awarded wreaths made of olive leaves. Olive leaves are a symbol of peace. If an Olympic champion won 3 games, his statue was put up in Olympia. ഒളിമ്പിക്സിലെ വിജയികൾക്ക് ഇന്നുള്ളതുപോലെ മെഡലുകളല്ല സമ്മാനമായി കൊടുത്തിരുന്നത്. അവർക്ക് ഒലീവ് ഇലകൾ കൊണ്ടുണ്ടാക്കിയ റീത്സ് ആയിരുന്നു സമ്മാനമായി നൽകിയിരുന്നത്. ഒലീവ് ഇലകൾ സമാധാനത്തിൻ്റെ അടയാളമായി കണക്കാക്കിയിരുന്നു. ഒരു ഒളിമ്പിക് ചാമ്പ്യൻ 3 ഗെയിംസ് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഒളിമ്പിയയിൽ വയ്ക്കുമായിരുന്നു. ലുക്ക് അറ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻ ടു ദ പീപ്പിൾ ഹു ചീറ്റഡ്? വാട്ട് ഡിഡ് ദേ ഹാവ് ടു ഡു? ആൻസർ. Cheats had their statues put up at the base of Mount Cronius and their names and crimes against the sports were chiseled on the statues. They had to put up the statues at their own cost. Cheats അവരുടെ സ്റ്റാച്യു മൗണ്ട് ക്രോണിയസിൻ്റെ താഴെ വയ്ക്കാനായിട്ട് തുടങ്ങി. സ്പോർട്ട് രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് അവരുടെ പേരും അവരുടെ ക്രൈമും രേഖപ്പെടുത്താനായിട്ട് തുടങ്ങി. ഈ സ്റ്റാച്യു അവർ നിർമ്മിച്ചിരുന്നത് അവരുടെ സ്വന്തം ചിലവിൽ ആയിരുന്നു. ലുക്ക് അറ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ. ഹൂ വാസ് റെസ്പോൺസിബിൾ ഫോർ ദി റിവൈവൽ ഓഫ് ദി ഒളിമ്പിക്സ്? ആൻസർ. ബാരൺ ഡി കുബർട്ടിൻ വാസ് റെസ്പോൺസിബിൾ ഫോർ റീസ്റ്റാർട്ടിംഗ് ദ ഗെയിംസ്. ഓൺ 6 April 1896, the modern Olympics began in Athens after a gap of nearly 2000 years. 2000 വർഷങ്ങൾക്ക് ശേഷം 1896 ഏപ്രിൽ 6 ബാരൺ ഡി കുബർട്ടിനാണ് ഒളിമ്പിക്സ് റീസ്റ്റാർട്ട് ചെയ്തത്. ലുക്ക് അറ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് സ്പിരിറ്റ് ഡു അത്ലറ്റ്സ് ഇൻ ദ മോഡേൺ ഒളിമ്പിക്സ് കോമ്പീറ്റ്? ആൻസർ. ഓൾ പീപ്പിൾ മീറ്റ് ഇൻ എ പീസ്ഫുൾ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ. They display their skills not by fighting and killing each other, but by competing with each other on the playground. എല്ലാവരും വളരെ സമാധാനത്തോടെയും സഹകരണത്തോടെയുമായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിരുന്നത്. അവർ പരസ്പരം വഴക്കിടാതെയും കൊല്ലാതെയും മത്സരിച്ചു. അവർ ഗ്രൗണ്ടിൽ മത്സരിച്ച് വിജയിച്ചായിരുന്നു തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചിരുന്നത്. ലുക്ക് അറ്റ് പേജ് നമ്പർ 31. ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ. റീഡ് ദ ഫോളോയിങ്. Every complete sentence has a subject and a predicate.
The subject is what or whom the sentence is about. It usually comes before the predicate. The predicate says something about the subject. For example, Amita is singing. Here, Amita is the subject and is singing is the predicate. In this way, Rohan is writing a letter. Rohan is the subject. Is writing a letter is the predicate. അതായത് ഒരു സെൻറ്റൻസ് ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു എന്ന് കാണിക്കുന്നതാണ് സബ്ജക്റ്റ്. അതായത് ആക്ഷൻ ചെയ്യുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റിലായിരിക്കും എപ്പോഴും വെർബ് ഉൾപ്പെടുന്നത്. Now look at page number 31. A. In each of these sentences, identify the subject and predicate. Write them separately. First sentence, my new watch keeps good time. Here, my new watch is the subject and keeps good time is the predicate. Second one, the leaves of a tree turn yellow in autumn. The leaves of a tree is the subject. Turn yellow in autumn is the predicate. Now look at third sentence. Our new cook makes tasty food. Here, our new cook is the subject. Makes tasty food is the predicate. Now look at fourth sentence. The name of the book is Heidi. Here, the name of the book is the subject. Is Heidi is the predicate. Now look at fifth sentence. He walked slowly towards the crowded station. Here, he is the subject. Walked slowly towards the crowded station is the predicate. Now look at B. Match each subject with the correct predicate. First one, orange. The predicate is C. Is my favorite fruit. Orange is my favorite fruit. Look at second one. Neha, Tarun and Uma. D. Went swimming. Neha, Tarun and Uma is the subject. Went swimming is the predicate. So the sentence is Neha, Tarun and Uma went swimming. Look at third one. 3 pigeons. B. Flew over the lake. 3 pigeon is the subject. Flew over the lake is the predicate. So the sentence is 3 pigeons flew over the lake. Look at fourth one. The moon shines in the night. The moon shines in the night. The moon is the subject. Shines in the night is the predicate. Look at fifth one. The dress was very pretty. The dress is the subject. A. Was very pretty is the predicate. The dress was very pretty. Look at page number 32. Writing practice. Imagine you are an Olympian athlete, Murali. Write a letter to your coach, thanking him for the training and helping you become a winner. Use the following format for this informal letter. Form of an informal letter is given below. Look at this format. First one, your address. Here is given New Delhi. It's the name of a place. Below that, date. November 15 is the date here. Then salutation. What do you mean by salutation? Dearest coach. അതായത് അഭിസംബോധന ചെയ്യുക. Then main body of the letter. Simple and short sentences are used in the main body of the letter. Last one, subscription. That is yours lovingly. Below that, your name. Here Murali is writing the letter, so the name is Murali here. Look at this model of an informal letter and write a letter, informal letter in your rough book. You should complete page number 31 and 32 in your textbook. You should also write 2 pages of your cursive writing. So dear children, that's the end of today's class. Thank you everyone. See you.